നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ രാജേഷ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBIക്ക് വൻ തിരിച്ചടി. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങി കേസിലെ 23 പേരെയും ഡൽഹി റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് കോടതി ശുപാർശ ചെയ്തു. ഉത്തരവിനെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ 156 ദിവസവും മനീഷ് സിസോദിയ 530 ദിവസവുമാണ് ജയിലിൽ കഴിഞ്ഞത്. അഴിമതിക്കായാണ് മദ്യനയമെന്ന CBI വാദം തള്ളിയാണ് 23 പേരെയും കോടതി വെറുതെ വിട്ടത്. കുറ്റകരമായ ഗൂഢാലോചന തെളിയിക്കാനായില്ല. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാകില്ലെന്നും കോടതി. അന്വേഷണം നടത്തിയ CBI ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശയുണ്ട്. വിധിയിൽ പൊട്ടിക്കരഞ്ഞായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. കേസ് മോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. മോദിജിനെ और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा. आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया. इन्होंने झूठा केस लगाया और आज ये साबित हो गया. कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, ആം ആദ്മി പാർട്ടി കട്ടർ ഇമാൻദാർ. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ 18ാം പ്രതിയാണ് അരവിന്ദ് കെജ്രിവാൾ. തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K. കവിത, മലയാളിയായ വിജയ് നായർ എന്നിവരും കുറ്റവിമുക്തരായവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പോരാട്ടത്തെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. റൌസ് അവന്യൂ കോടതി ഉത്തരവിനെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും. 24 ഡൽഹി. അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി BJPക്കേറ്റ രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന പ്രതിപക്ഷവാദം ബലപ്പെടുത്തുന്നതാണ് കോടതി വിധി. ഉത്തരവ് ഉയർത്തിക്കാട്ടി BJPക്കെതിരെ പോരാട്ടം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഇത് കോൺഗ്രസും ആദ്യം ഉന്നയിച്ച വിഷയമാണെന്ന് നമുക്കറിയാം. പക്ഷേ BJPയെ സംബന്ധിച്ച് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുക എന്നവരുടെ ലക്ഷ്യം അത് ഏറെക്കുറെ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഡൽഹിയിൽ ഉൾപ്പെടെ ഭരണം പിടിച്ചത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു ശക്തമായ രണ്ടാം വരവ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും, ഊർജം സംഭരിച്ചുകൊണ്ട് എന്നതാണോ നമ്മൾ കാണേണ്ടത്? 4 മണിക്ക് മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണല്ലോ അരവിന്ദ് കെജ്രിവാൾ. തീർച്ചയായിട്ടും ഇപ്പോൾ റൌസ് അവന്യൂ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിജയം അത് രാഷ്ട്രീയപരമായി ഗുണകരമാകുമെന്നുള്ള കാര്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിയും നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ, ഒന്ന് പഞ്ചാബ്, അതുപോലെ തന്നെ ഗുജറാത്ത്. വരും വർഷങ്ങളിലാണ് ഈ 2 തിരഞ്ഞെടുപ്പും വരാനിരിക്കുന്നത്. ഈ 2 ഇടങ്ങളിലും വലിയ തോതിൽ ഈ വിഷയം പ്രചാരണായുധമാക്കി അവിടെ എല്ലാം തന്നെ രാഷ്ട്രീയപരമായി നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ മദ്യനയ അഴിമതി തന്നെയായിരുന്നു 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അതിൽ അധികാരം നഷ്ടപ്പെടാൻ ആം ആദ്മി പാർട്ടിയെ കാരണക്കാരിലാക്കിയിട്ടുള്ള ഒരു അഴിമതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ഈ മദ്യനയ അഴിമതി കേസിനെ അത് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ പോലും പിന്നീട് ആ ഒരു സാധനം, ആ ഒരു അഴിമതി എന്ന് പറയുന്നത് ഒരു തുറുപ്പുചീട്ടാക്കി BJP മാറ്റിയിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തത് തന്നെയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. വരും ദിവസങ്ങളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ അരവിന്ദ് കെജ്രിവാളിന്റെ പോരാട്ടവും അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിജയവും അത് വൻതോതിൽ ആഘോഷിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലും ആസാമിലും അടക്കം വരും മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു വിജയം അത് രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ്. അതും ഗുജറാത്തിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് നിലവിൽ ഡൽഹിക്ക് പുറമെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2 സംസ്ഥാനങ്ങളാണ്. അവിടെ എല്ലാം തന്നെ ഈ ഒരു കാര്യം രാഷ്ട്രീയപരമായി അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അക്കാര്യത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി ഏത് തരത്തിലാണ് BJPയും കേന്ദ്ര സർക്കാരും ഈ കോടതി വിധിയെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടി ആശയക്കുഴപ്പത്തിലാണെന്ന കാര്യം പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം എന്നുള്ളത് കേവലം ആം ആദ്മി പാർട്ടി മാത്രം ഉന്നയിക്കുന്ന കാര്യമല്ല. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ആരോപിച്ച ഒരു കാര്യം തന്നെയാണ്.
അക്കാര്യത്തിൽ ഇപ്പോൾ തിരിച്ചടിയായി കൂടെ വന്നിരിക്കുന്നു. ഇനി ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. CBI ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അപ്പോൾ പോലും റൌസ് അവന്യൂ കോടതി CBIക്കെതിരെ, CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തതടക്കം കേന്ദ്ര സർക്കാരിനും ഇനി അന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ ഒരേ രീതിയിൽ തിരിച്ചടി നൽകുന്നത് തന്നെയാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പ്രതികരണവും രാഷ്ട്രീയ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 4 മണിക്ക് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് സംസാരിക്കും. അടുത്ത വാർത്തയിലേക്ക്. KSU പ്രതിഷേധത്തിനിടെ പരുക്കേറ്റ് കണ്ണൂരിൽ ചികിത്സയിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. പുലർച്ചെ അതീവ രഹസ്യമായാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ മന്ത്രി തലസ്ഥാനത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി ചികിത്സ തേടിയേക്കും. ഇന്നലെ അർദ്ധരാത്രിയിൽ ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗമാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. യാത്ര ചെയ്യാൻ തടസ്സമില്ലെന്നും ശരീരവേദന കുറഞ്ഞതായും ബോർഡ് വിലയിരുത്തി. മന്ത്രി തന്നെ ഡിസ്ചാർജ് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. പുലർച്ചെ 4 മണിക്ക് ഔദ്യോഗിക വാഹനത്തിലാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടത്. പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്താണ് ഡിസ്ചാർജ് നടപടികൾ അതീവ രഹസ്യമായി പൂർത്തിയാക്കിയതെന്നാണ് വിവരം. എന്നാൽ മന്ത്രിയുടെ ഈ നീക്കത്തിനെതിരെ കടുത്ത പരിഹാസവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തി. കഴുത്തിന് കടുത്ത വേദനയുള്ള ആൾ ഇത്രയും ദൂരം റോഡ് മാർഗം യാത്ര ചെയ്യുന്നത് എന്തുതരം പ്രോട്ടോകോളാണെന്ന് KSU ചോദിച്ചു. മന്ത്രിയെ ICUവിൽ നിന്ന് കാണാതായെന്നും കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും KSU നേതാക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ പരിഹസിച്ചു. മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം വിശ്രമം തുടരുമെന്നും ഓഫീസ് അറിയിച്ചു. 24 കണ്ണൂർ. മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ ജയിലിലുള്ള KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിതുൽ ബാലന്റെ വീടിന് നേരെ ബോംബേർ. ബിതുലിന്റെ വടകരയിലെ വീട്ടിൽ സന്ദർശനം നടത്തിയ ഷാഫി പറമ്പിൽ MP സർക്കാരിനും CPIഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മന്ത്രിയുടെ പരുക്കിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുകയാണ്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു വടകര തോടന്നൂരിൽ ബിതുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. മന്ത്രിയെ കരിങ്കുടി കാണിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുകയാണ് ബിതുൽ ബാലൻ. പ്രതികളെ അറിയാമെന്ന ബിതുലിന്റെ പിതാവ് ബാലൻ 24-നോട്. 2:37 ശബ്ദം കേൾക്കുന്നത്. ഭയങ്കര ശബ്ദത്തോടു കൂടിയാണ് ബോംബിട്ടത്. അപ്പോൾ ഞാനും ഭാര്യ എഴുന്നേറ്റ് അങ്ങനെ വാതിൽ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തുള്ള ആ വീട്ടുകാരനെ വിളിച്ച് അപ്പോൾ അവരൊക്കെ എത്തി. ഇന്നേ ശേഷമാണ് എല്ലാം വാതിലൊക്കെ തുറന്നെല്ലാം. ബിതുലിന്റെ വീട്ടിലെത്തിയ ഷാഫി പറമ്പിൽ MP CPIഎമ്മിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. സമരക്കാരുടെ നിഴൽ പോലും താങ്കളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് കാഴ്ചയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിയ ഒരു ഇൻസിഡന്റിൽ സ്ത്രീകളുടെ താല്പര്യവും സംരക്ഷണവും ഒക്കെ പ്രസംഗിക്കുന്ന അങ്ങ് ഈ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന തങ്കം എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ അവരുടെ കിടപ്പുമുറിയിലേക്ക് വന്നു വീണ ബോംബിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേരളത്തിനോട് പറയണം. അതേസമയം മന്ത്രിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ വാക്പോര് തുടരുകയാണ്. വീണ ജോർജിനും CPIഎമ്മിനുമെതിരെ പ്രതിപക്ഷ നേതാവ്. എന്തിനാ ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. കാരണം ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട് പച്ചക്കള്ളവലെ പറഞ്ഞത് മുഴുവൻ അഭിനയം മാത്രമായിരുന്നു. അഭിനയം. തനിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മറുപടിയെന്ന സ്പീക്കർ AN ഷംസീർ. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് അതേപോലെ ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഞാനിപ്പോൾ ഒരു സ്പീക്കറാണ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന മാർച്ച് മാസം 2nd വീക്കോടെ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ആ ഘട്ടത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇതിനിടെ ചികിത്സയിലിരുന്ന ആരോഗ്യമന്ത്രിക്കൊപ്പം ആരോഗ്യ പ്രവർത്തകർ സെൽഫി എടുത്ത സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിനോട് മന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി. മന്ത്രി ഡിസ്ചാർജ് ആകുന്നതിന് തൊട്ടു മുൻപ് ICUവിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത്. മന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണം താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഫോട്ടോ എടുത്തതെന്നാണ് ആരോഗ്യ പ്രവർത്തകയുടെ വിശദീകരണം. 24 കണ്ണൂർ. അതിനിടെ KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിതുൽ ബാലന്റെ വീടിന് നേരെ ആക്രമണം നടത്തുന്ന പദ്ധതി, ആ പദ്ധതി ഇട്ടതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. അതിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ബിതുൽ ബാലന്റെ വീട് അന്വേഷിക്കുന്ന DYFI നേതാവിന്റെ വാട്സാപ്പ് ചാറ്റാണ് പുറത്തു വന്നത്. തിരുവള്ളൂർ ജനകീയ കൂട്ടായ്മ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ചാറ്റ്. ചാറ്റുകൾ കോൺഗ്രസ് പോലീസിന് കൈമാറി. നിഖിൽ പ്രവേശ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇതിനോടകം തന്നെ ബിതുലിന്റെ പിതാവ് പറയുന്നുണ്ടായിരുന്നു ആരാണ് പ്രതികൾ എന്നതൊക്കെ തങ്ങൾക്കറിയാം എന്ന്. ഷാഫി പറമ്പിലും രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ്. അതൊരു DYFI പദ്ധതി എന്നതിന്റെ വിശദാംശങ്ങളാണോ പുറത്തു വന്നത്?
അനുജ, അങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബിദുലിന്റെ കുടുംബവുമൊക്കെ ആരോപണം ഉന്നയിക്കുന്നത്. കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി, അതായത് ബിദുലിനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഡിവൈഎഫ്ഐ നേതാവ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചോദിക്കുന്നു. അതിന് കൃത്യമായി അവിടെയുള്ള ആളുകൾ ഈ വീടിന്റെ ലൊക്കേഷൻ അടക്കം പറഞ്ഞുകൊണ്ട് മറുപടി നൽകുന്നു. അങ്ങനെ ഒരു ആക്രമണമാണ്, കൃത്യമായി പദ്ധതിയിട്ട ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവന്റെ നമ്പർ പലരും ചോദിക്കുന്നു, താങ്കളുടെ കയ്യിലുണ്ടോ? തോടന്നൂർ എവിടെയാണ് അവന്റെ വീട്? ടൗണിൽ തന്നെ. അവന് 51 വെട്ടാനാണോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനുള്ള കൃത്യമായ മറുപടികൾ നൽകുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫോറൻസിക് പരിശോധന നടക്കുക. അല്പസമയം മുൻപ് അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 51 വെട്ടാനാണെന്നും ചോദിക്കുമ്പോൾ കൈക്ക് പ്ലാസ്റ്റർ ഇടാനാണ് എന്നാണ് മറുപടി നൽകുന്നത്. അങ്ങനെ കൃത്യമായ ഈ വീടിൻ്റെ വിലാസമടക്കം കഴിഞ്ഞ ദിവസം കൈമാറിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണം എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ നിന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാനാണ്, ആ CCTV ക്യാമറ നശിപ്പിക്കാനാണ് ആദ്യഘട്ടത്തിൽ ശ്രമം നടന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുൻപ് ബിദുലിന്റെ പിതാവ് നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ സൂചന തങ്ങൾക്കുണ്ട്. അത് പോലീസുമായി ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. ഇനി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കട്ടെ, അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അല്പസമയം മുൻപ് ഷാഫി പറമ്പിൽ MP വീട് സന്ദർശിക്കുകയും കുടുംബത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ള പ്രതിഷേധം അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേരും. ഇന്നിപ്പോൾ വൈകിട്ട് ഒരു പ്രതിഷേധ പ്രകടനവും ഈ ടൗണിൽ നടക്കുന്നുണ്ട്. K മുരളീധരൻ അടക്കമുള്ളവർ ആ പരിപാടിക്ക് നേതൃത്വം നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിദുലിന്റെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നിപ്പോൾ ഇവിടെ ഈ മേഖലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹർത്താൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഒരു തീർച്ചയായിട്ടും ഈ വീട്ടിൽ ബിദുൽ ഇല്ലാന്ന് അവർക്കറിയാം, രക്ഷിതാക്കളാണ് ഉള്ളത് എന്നറിയാം. എന്നിരിക്കെ പോലും പുലർച്ചെ 2 മണിയോടുകൂടി നടന്ന ആക്രമണത്തെ അപലപിക്കുകയാണ് കോൺഗ്രസ് ഒന്നടങ്കം. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അനുജ, ബിദുൽ ബാലന്റെ വീടിന് നേരെ ആക്രമണം ഇടുന്നതിന്റെ പദ്ധതികൾ, അതിന്റെ വാട്സാപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാവ് ബിദുലിന്റെ വീട് എവിടെയാണ് എന്നതൊക്കെ അന്വേഷിക്കുന്ന ഒരു ചാറ്റ് തിരുവള്ളൂർ ജനകീയ കൂട്ടായ്മ ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ചാറ്റിന്റെ വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേശ് പുറത്തുവിട്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഡേറ്റ ചോർച്ചയിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പുതിയ ആരോപണം ഉന്നയിച്ചും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലുള്ളവരുടെ വിവരങ്ങൾ ചോർത്തി, ഒരു മുൻകരുതലും ഇല്ലാതെ വിവരങ്ങൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ പെഗാസസ് ഡേറ്റ ചോർച്ചയുടെ സമാനമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. സർക്കാർ ജീവനക്കാർ, ക്ഷേമ പെൻഷൻകാർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നവർ ഉൾപ്പെടെ 1 കോടിയിലധികം വരുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ നൽകിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവു വിവിധ വകുപ്പുകളിൽ നിന്ന് ആധികാരികമായ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവറാവു ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡാറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി കേരളത്തിലെ സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. IT വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 10ഓളം സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാൻ OSD ഇറക്കിയ ഉത്തരവിന്റെ കോപ്പിയും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. സൈബർ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ എത്താനിടയുണ്ടെന്നും സ്വകാര്യത സംരക്ഷിക്കണമെന്ന നിയമവും നിർദ്ദേശവും നിലനിൽക്കെ സർക്കാർ തന്നെ വിവരങ്ങൾ ചോർത്തുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശിവശങ്കരന്റെ അനുഭവം സാംബശിവറാവു ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ മോഹൻലാൽ, ദിലീപ് എന്നിവരുടെ മൊഴിയെടുത്ത് വിജിലൻസ്. 2 പവൻ സ്വർണം സംഭാവന നൽകിയെന്ന് മോഹൻലാൽ മൊഴി നൽകി. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ 2ാമത്തെ കേസിലും ജാമ്യം ലഭിച്ചതോടെ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവും ജയിൽ മോചിതനാകും. ശബരിമലയിലെ കൊടിമരമാറ്റത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയത്. സ്വർണം സംഭാവന നൽകിയതിന്റെ വിവരങ്ങളാണ് താരങ്ങളിൽ നിന്ന് വിജിലൻസ് പ്രത്യേക സംഘം ചോദിച്ചറിഞ്ഞത്. സ്വർണം സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് സുഹൃത്തായ സുരേഷ് ഗോപിയാണെന്ന് മോഹൻലാൽ മൊഴി നൽകി. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി സുഹൃത്ത് മുഖേന പമ്പയിലെത്തിച്ചുവെന്നും മോഹൻലാലിന്റെ മൊഴിയിൽ പറയുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് മോഹൻലാലിന്റെ മൊഴിയെടുത്തത്. ദിലീപിന്റെ മൊഴി കൊച്ചിയിൽ വെച്ചും രേഖപ്പെടുത്തി.
നേരത്തെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ദ്വാരപാലകപ്പാളി കേസിലാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. KS ബൈജു ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. 24 തിരുവനന്തപുരം. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. 10ാം ബ്ലോക്കിലെ താമസക്കാരനായ അനീഷിനെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തി. ഇന്ന് പുലർച്ചെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു ആക്രമണം. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയതായിരുന്നു അനീഷ്. ഈ സമയം മുറ്റത്തെ പ്ലാവിലെ ചക്ക തിന്നാനായി എത്തി കാട്ടാനയുടെ മുന്നിൽ അനീഷ് അപ്രതീക്ഷിതമായി അകപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി മാറ്റാൻ അനീഷിന് സാധിച്ചെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആന അനീഷിനെ തുമ്പിക്കൈ കൊണ്ട് നിലത്തടിച്ച് ചവിട്ടുകയായിരുന്നു. ഇത് പ്ലാവിൻ്റെ ഈ ചക്ക പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് ഇവർ ഒച്ച കേട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത്. അവിടുന്ന് ഇവർ പുറത്തിറങ്ങുന്ന കണ്ടപ്പോൾ ആന അവിടെ നിന്ന് ചാടിക്കേറി. അപ്പോൾ അമ്മയും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ഇതിലൂടെ അങ്ങോട്ട് കയറിയിട്ട് ഇവൻ പുറകോട്ട് പോയി അതിലൂടെ കയറാൻ വേണ്ടി. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് പിടുത്തം കഴിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ് 1 മണിക്കൂറിലധികം അനീഷ് മുറ്റത്ത് കിടന്നതായും വിവരമറിയിച്ചിട്ടും RRT ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയെന്നും നാട്ടുകാർ ആരോപിച്ചു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. ആനമതിലൊക്കെ എന്ന് പറയുന്നത് മന്ദഗതിയിലാണ്, ശരിക്കും സ്പീഡപ്പില്ല കാര്യങ്ങൾ. കാരണം ഇത്രയും രൂക്ഷമായ രീതിയിൽ വന്യമൃഗശല്യമുള്ള മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് നടപടി എന്ന് പറയുന്ന ഒന്നുകൂടി സ്പീഡപ്പ് വരുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നല്ലൊരു അനാസ്ഥയുണ്ട്. ആറളം ഫാമിലെ ആനമതിലിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതും നിലവിലുള്ള സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമല്ലാത്തതുമാണ് കാട്ടാനശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഡോക്ടർ P. സരിനെ വീണ്ടും മത്സരിപ്പിക്കാൻ CPIM. ആലത്തൂരും നെന്മാറയിലും 2 ടേം പിന്നിട്ടവരെ മാറ്റാനും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. പാർട്ടി സ്ഥാനാർത്ഥി തുടർച്ചയായി തോൽക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ പൊതുസ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് CPIയുടെ നീക്കം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് സംസ്ഥാന നേതൃത്വത്തിന് പ്രാഥമിക പട്ടിക കൈമാറിയത്. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുവന്ന് പാർട്ടി സ്ഥാനാർത്ഥിയായ ഡോക്ടർ P. സരിന് പൊതുതെരഞ്ഞെടുപ്പിലും അവസരം നൽകാനാണ് ധാരണ. മന്ത്രി MB രാജേഷ് തൃത്താലയിൽ തന്നെ മത്സരിക്കും. ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാർ തുടരും. ആലത്തൂർ, നെന്മാറ മണ്ഡലങ്ങളിലെ MLA-മാർ 2 ടേം പിന്നിട്ട സാഹചര്യത്തിൽ മാറ്റണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. പൊന്നുക്കുട്ടനും നെന്മാറയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രേമനുമാണ് പരിഗണനയിലുള്ളത്. ആലത്തൂരിലും തരൂരും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ പാർട്ടി മത്സരിപ്പിക്കുന്ന 2 സീറ്റുകളിൽ ഒന്നിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPI-യിലെ ആലോചന. മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് CPI സ്വതന്ത്ര പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. പാർട്ടി സ്ഥാനാർത്ഥി തുടർച്ചയായി തോൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. മതസാമുദായിക നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളതും പൊതുസ്വീകാര്യതയുള്ള ആളിനെയുമാണ് CPI പരിഗണിക്കുന്നത്. മണ്ണാർക്കാട് സഹകരണ ബാങ്കിന്റെ മുൻ ഭാരവാഹിയാണ് ഇപ്പോൾ CPI നേതാക്കളുടെ മനസ്സിലുള്ളത്. മുന്നണിയിലെ സീറ്റ് വിഭജനം അന്തിമമായി തീരുമാനിച്ചാൽ CPI സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ MM മണിയെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. ദേവികുളത്ത് A. രാജ വീണ്ടും മത്സരിക്കും. 24 തിരുവനന്തപുരം. പാക് അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം പുകയുന്നു. പാക് ആക്രമണത്തിൽ 133 താലിബാൻ അനുകൂലികൾ കൊല്ലപ്പെട്ടു. പാക് പോസ്റ്റുകളിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ 55 സൈനികരെ വധിച്ചുവെന്നാണ് താലിബാന്റെ അവകാശവാദം. ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് അഫ്ഗാനിസ്ഥാൻ നൽകിയത്. വ്യാഴാഴ്ച രാത്രി ഡ്യൂറന്റ് രേഖയിൽ വൻ ആക്രമണം നടത്തിയതായി താലിബാൻ ഭരണകൂടം അറിയിച്ചു. നൻഗർഹാർ, നൂറിസ്ഥാൻ, കുനാർ, കോസ്റ്റ്, പക്തിക എന്നീ പ്രവിശ്യകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 19 പാക് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായും 23 സൈനികരെ പിടികൂടിയതായും താലിബാൻ അറിയിച്ചു. പ്രത്യാക്രമണത്തിന് മറുപടിയായി അഫ്ഗാനിസ്ഥാനെതിരെ തുറന്ന യുദ്ധത്തിന് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ആഹ്വാനം ചെയ്തു. ഇതിന് പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി. ആക്രമണത്തിൽ 133 പേർ മരിച്ചതായും 200-ലേറെ പേർക്ക് പരുക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. പാക് വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ആരംഭിച്ചു. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഷാഖ്ദർ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ളയുമായി ഫോണിൽ സംസാരിച്ചു. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി.
മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തിയിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ആരുടെയും വ്യക്തിവിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദേശം രാഷ്ട്രീയപരമെന്ന് പറയാനാകില്ല എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇക്കാര്യത്തിൽ കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുള്ള നിലപാട് എന്താണ്? സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങൾ. ഡേറ്റ ചോർത്തി എന്നുള്ളതിലാണ് കോടതിയുടെ കഴിഞ്ഞ ദിവസം നടപടിയുണ്ടായത്. തൽക്കാലം ആ നടപടി നിർത്തിവെക്കാനുള്ള കോടതിയുടെ തീരുമാനം അതിപ്പോഴും തുടരുകയാണ്, ആ വിലക്ക്. പക്ഷേ കോടതിയിൽ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആരുടെയും വ്യക്തിവിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദേശം അത് രാഷ്ട്രീയപരമെന്ന് പറയാനാകില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലേക്ക് സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. പക്ഷേ തൽക്കാലം നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. ആ സന്ദേശം നൽകിയതിൽ എതിരെയുള്ള ഹർജിക്കാരുടെ ചില കാര്യങ്ങളിലുള്ള എതിർവാദമാണ് സർക്കാർ ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു, എന്താണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ? അനുജ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തിയിട്ടില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ IT വകുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ചിട്ടുള്ള നിലപാട്. DA കുടിശ്ശിക അനുവദിച്ചതും അതോടൊപ്പം തന്നെ HRA പുനഃസ്ഥാപിച്ചതുമാണ് ജീവനക്കാരെ അറിയിച്ചത്. ഈ സർക്കാർ ജീവനക്കാർ നൽകിയിട്ടുള്ള സേവനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദരവാണ് സന്ദേശം. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നുമില്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്നല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഈ ഓഫീസ് ഡാറ്റ ചോർത്തി എന്ന വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലനിൽക്കുന്നില്ല, ജീവനക്കാരുടെ വിവരങ്ങൾ മൂന്നാമതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറിയിട്ടില്ല എന്നും നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSTM ഒരുക്കിയ വാട്സാപ്പ് പ്ലാറ്റ്ഫോമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദേശം ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവിന്റെ ഹെഡാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരടിലേക്ക് മാത്രം മുഖ്യമന്ത്രിയെ വലിച്ചു കെട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് നിലവിൽ ഈ സ്പാർക്കിലെ വിവരം ചോർന്നു തുടങ്ങിയ മുന്നോട്ട് വെച്ചുള്ള ഹർജി നിലനിൽക്കില്ല എന്നുള്ളതാണ് സർക്കാർ വാദം. അതാണ്, ആരുടെയും വ്യക്തിവിവരങ്ങൾ ചോർത്തിയിട്ടില്ല, രാഷ്ട്രീയമായി ഒരു തീരുമാനമല്ല കൈക്കൊണ്ടിട്ടുള്ളത്, രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ എന്നൊക്കെയുള്ളത് വിശദമായി തന്നെ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സഭാ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്നും ശുപാർശകൾ നടപ്പിലാക്കണമെന്നുമാണ് സഭകളുടെ ആവശ്യം. നാളെ തിരുവനന്തപുരത്ത് 4 മണിക്കാണ് മുഖ്യമന്ത്രിയുമായി സഭാ നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നത്. യാക്കോബായ സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച. പള്ളിത്തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.